വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ ഒരു വീട്ടിൽ ശരിയായ രീതിയിൽ നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സമ്പത്തിനെയും എല്ലാവിധ ഐശ്വര്യങ്ങളെയും ആകർഷിച്ചെടുക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ചെടിയാണ് കറ്റാർ വാഴ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വാസ്തുശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇത് വെറും ഒരു ചെടി എന്നതിലുപരി ഒരു വീടിൻ്റെ ഊർജത്തെ തന്നെ മാറ്റുവാൻ കഴിവുള്ള പ്രകൃതിദത്തമായ ഒന്നാണെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, നിങ്ങളുടെ വീടുകളിൽ ചില സമയങ്ങളിൽ എന്തെന്നില്ലാത്ത ഒരു അനിശ്ചിതത്വമായിരിക്കും പല കാര്യങ്ങളിലും നിലനിൽക്കുന്നത്. അതായത് എന്തൊക്കെ ചെയ്താലും സാമ്പത്തികമായി ഒരു ഉയർച്ച നേടുവാൻ കഴിയുന്നില്ലാത്ത സാഹചര്യങ്ങളും, ഒപ്പം തന്നെ ദിനം പ്രതി കടബാധ്യതകൾ അധികരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയും നിങ്ങളിൽ ചിലർക്കെങ്കിലും നിരന്തരം അനുഭവത്തിൽ വരുന്നുണ്ടാവും. മാത്രമല്ല, ജീവിതത്തിൽ ഒന്ന് മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകുവാനോ ഒന്ന് സന്തോഷിക്കുവാനോ കഴിയാത്ത തരത്തിൽ എന്തൊക്കെയോ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയായിരിക്കും ചില വാസ്തുദോഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീടുകളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ പ്രകൃതിയുടെ ചെറിയ ഒരു സ്പർശം പോലും വലിയ ഒരു മാറ്റം നിങ്ങളിൽ സൃഷ്ടിക്കും. ഇത്തരത്തിൽ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ ഏറ്റവും അധികം കഴിവുള്ളതും ശക്തിയുള്ളതുമായ ഒരു ചെടിയാണ് കറ്റാർ വാഴ. ഏറ്റവും പ്രധാനമായി കറ്റാർ വാഴ എന്ന ചെടിയോടൊപ്പം ചില ചെടികൾ നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന സമ്പത്ത് ആരെക്കൊണ്ടും ചിന്തിക്കുവാൻ കഴിയാത്ത അത്ര വലുതായിരിക്കും. അതിനി എത്രയൊക്കെ പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ പോലും ആ ഒരു അവസ്ഥയ്ക്ക് അവിശ്വസനീയമായ ഒരു മാറ്റമായിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുവാൻ പോകുന്നത്. അപ്പോൾ കറ്റാർ വാഴയോടൊപ്പം നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും അഭിവൃദ്ധിയും ആകർഷിക്കപ്പെടുവാൻ കാരണമാകുന്ന 10 ചെടികളെപ്പറ്റി ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പറയുന്നുണ്ട്. അപ്പോൾ ആ ചെടികളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴയോടൊപ്പം നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുവാൻ പോകുന്ന ഗുണകരമായ മാറ്റങ്ങൾ എണ്ണിയാൽ തീരാത്തവയായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇനി ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന ഏതെങ്കിലും ചെടികൾ നിങ്ങൾ ഇതിനു മുൻപേ തന്നെ നിങ്ങളുടെ വീടുകളിൽ കറ്റാർ വാഴയോടൊപ്പം നട്ടുവളർത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കറ്റാർ വാഴയോടൊപ്പം ഏതൊക്കെ ചെടികളാണ് നട്ടുവളർത്തേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും കറ്റാർ വാഴ നട്ടുവളർത്തുവാൻ പാടില്ലാത്ത ദിശകളെ പറ്റിയും പറയുന്നുണ്ട്. കാരണം ഒരു വീടിന് എല്ലാവിധ നേട്ടങ്ങളും നൽകുവാൻ കഴിവുള്ള ഒരു ചെടി എന്നതുപോലെ തന്നെ തെറ്റായ ദിശയിൽ നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒന്ന് തന്നെയാണ് ഇവ. അതുകൊണ്ട് തന്നെ കറ്റാർ വാഴ നടുമ്പോൾ നിങ്ങൾ ദിശകൾക്കും പ്രാധാന്യം നൽകണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും വീട്ടിലേക്ക് വന്നു ചേരുവാനായി കറ്റാർ വാഴ ഏത് ദിശയിൽ വെക്കണം, ഏത് ദിശയിൽ വയ്ക്കുവാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റി എല്ലാം അവസാനം വിശദീകരിക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമതായി കറ്റാർ വാഴയോടൊപ്പം നിങ്ങൾക്ക് നടുവാൻ ഏറ്റവും ഉത്തമം, അല്ലെങ്കിൽ ആ ഒരു മരത്തിൻ്റെ തൊട്ടടുത്തായി കറ്റാർ വാഴ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമായ ഫലം ലഭിക്കുമെന്ന് വാസ്തുപരമായി കണക്കാക്കപ്പെടുന്ന മരം എന്ന് പറയുന്നത് അശോകമരമാണ്. അതായത് അശോകമരങ്ങൾ പലതരത്തിലുള്ളവയുണ്ട്. അതിൽ തന്നെ ചെറിയ ഇനത്തിലുള്ള അശോകമരങ്ങൾ കറ്റാർ വാഴയ്ക്ക് തൊട്ടടുത്തായി നട്ടുവളർത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീടിന് ഏറ്റവും ഐശ്വര്യവും പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നുമാണ്. ഇത്തരത്തിൽ 2 ചെടികൾ ഒരുമിച്ച് വളർന്നു വരുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നൊന്നായി ഇല്ലാതാകും എന്ന് മാത്രമല്ല, എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ അനുഭവിച്ചു തുടങ്ങുവാൻ ഈ ഒരു കാര്യം കൊണ്ട് കഴിയും. അതായത്
വാസ്തുശാസ്ത്രം പറയുന്നതനുസരിച്ച് ഓരോ വീടിനും ഒരു എനർജി ഫീൽഡ് ഉണ്ട് എന്നതാണ്. അതായത് അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരതയോടെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ഉപരിയായുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ തീർച്ചയായും ചെറിയ ഇനത്തിൽപ്പെട്ട അശോകമരവും കറ്റാർ വാഴയും അടുത്തടുത്തായി നട്ടുവളർത്തുവാൻ ശ്രമിക്കുക. അപ്പോൾ അത് വളരും തോറും നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും നിങ്ങൾ അതുവരെ അനുഭവിച്ചിരുന്ന പല കഷ്ടപ്പാടുകളും തടസ്സങ്ങളും ഇല്ലാതാകുന്ന അനുഭവങ്ങളും ഉണ്ടാകുമെന്ന കാര്യം അച്ചിട്ടാണ്. ഇനി രണ്ടാമതായി, നിങ്ങളുടെ വീടുകളിൽ കറ്റാർ വാഴയോടൊപ്പം നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ എന്തെന്നില്ലാത്ത നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിച്ചെത്തിക്കുവാൻ കഴിവുള്ള ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്നാൽ പിന്നെ ആ ഒരു ചെടി മാത്രമായി വാങ്ങി വീടുകളിൽ നട്ടുവളർത്തിയാലും നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണം ലഭിക്കുമെന്ന്. എന്നാൽ ഒരു കാരണവശാലും അങ്ങനെയല്ല. ഈ ഒരു ചെടിയെ കറ്റാർ വാഴയോട് അടുത്തായി നട്ടുവളർത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെതായ പോസിറ്റിവിറ്റി അനുഭവത്തിൽ വരിക. ഏറ്റവും പ്രധാനമായി കറ്റാർ വാഴ ചെടിയും സ്പൈഡർ പ്ലാന്റിൻ്റെ ചെടിയും ഒരുമിച്ച് നട്ടുവളർത്തുന്ന വീടുകളിൽ വല്ലാത്ത ഒരു ശാന്തതയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക. അതായത് ചില സമയങ്ങളിൽ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെപ്പറ്റി അധികമായി ചിന്തിച്ചുകൊണ്ട് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിൽ ഈ രണ്ട് ചെടികൾ ഒരുമിച്ച് നട്ടുവളർത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളാണോ ഉണ്ടായിരുന്നത് അതിനെല്ലാം ഒരു ശമനം നിങ്ങളെ കൊണ്ട് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് സാമ്പത്തികമായി ഒന്നിനൊന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങൾ പരീക്ഷിച്ചേ തീരൂ. കാരണം ഈ ചെടികൾ നിങ്ങളുടെ വീടുകളിൽ നിറയ്ക്കുന്ന ഊർജം കൊണ്ട് സമ്പത്ത് ആകർഷിക്കപ്പെടും എന്നത് മാത്രമല്ല, നിങ്ങളിലേക്കുള്ള ധനവരവ് സ്ഥിരതയോടെ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ ഈ ചെടികൾ ഒപ്പത്തിനൊപ്പം വളരും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവായ മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്നവയായിരിക്കും. ഇനി അടുത്തതായി, കറ്റാർ വാഴയോടൊപ്പം നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ വളരെയേറെ ഗുണകരമായി കണക്കാക്കപ്പെടുന്ന ഒരു ചെടിയാണ് അലങ്കാര ചീര. ഈ ഒരു ചെടി ഓരോ സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രദേശത്ത് ഈ ഒരു ചെടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് നിങ്ങൾ എഴുതി അറിയിക്കുക. ഇനി കാര്യത്തിലേക്ക് വരാം. അതായത് ഈ അലങ്കാര ചീര എന്ന് പറയുന്ന ചെടി തന്നെ പോസിറ്റീവ് ഊർജത്തിൻ്റെ കലവറയാണ്. എന്നാൽ ഇവ കറ്റാർ വാഴയോടൊപ്പം ചേരുമ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്നത് അത്ഭുതകരമായ ചില കാര്യങ്ങളായിരിക്കും. ഏറ്റവും പ്രധാനമായി ഈ രണ്ടു ചെടികൾ ഒരുമിച്ച് വളരുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള തടസ്സം ഉണ്ടാവുകയില്ല. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അതിൻ്റേതായ താളത്തിൽ തടസ്സങ്ങൾ ഒന്നുമില്ലാതെ നടന്നു പോകും എന്ന് സാരം. അപ്പോൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊന്നും നേടിയെടുക്കുവാൻ കഴിയാത്ത തരത്തിൽ വളരെയധികം കാര്യതടസ്സങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ രണ്ട് ചെടികൾ ഒന്നിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തിയിരിക്കണം. കാര്യതടസ്സങ്ങൾക്ക് മുക്തി ഉണ്ടാകും എന്നത് മാത്രമല്ല, സാമ്പത്തികമായ നേട്ടങ്ങളും അഭിവൃദ്ധിയും നിങ്ങളുടെ കുടുംബത്തിന് ഈ രണ്ട് ചെടികൾ കൊണ്ട് ഉണ്ടാകും. കാരണം അത്രയധികം പോസിറ്റിവിറ്റിയാണ് ഇവ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത്. ഇനി നാലാമതായി, കറ്റാർ വാഴയോടൊപ്പം നിങ്ങൾ നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ പല വഴികളിൽ നിന്നും ഐശ്വര്യം നിങ്ങളുടെ വീടിനെ തേടിയെത്തുവാൻ കാരണമാകുന്ന ചെടി എന്ന് പറയുന്നത് തുളസിയാണ്. അതായത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ തുളസി ചെടി ഉണ്ടായിരിക്കും. എന്നാൽ എത്ര പേർ കറ്റാർ വാഴയ്ക്ക് തൊട്ടടുത്തായി തുളസി ചെടി നട്ടുവളർത്തുന്നുണ്ട് എന്നതാണ് ഇതിൽ പ്രാധാന്യമറിയിക്കുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ കറ്റാർ വാഴയും തുളസി ചെടിയും ഒരുമിച്ചല്ല നട്ടുവളർത്തിയിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് അത് ഒന്ന് ചെയ്തേ മതിയാകൂ. കാരണം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനും ഇത്രയേറെ അഭിവൃദ്ധി നൽകുന്ന മറ്റൊരു കാര്യമില്ല. ഏറ്റവും പ്രധാനമായി ചില വീടുകളിൽ ആ വീട്ടിലെ തലമുറകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും
ആ വീട്ടിലുള്ള വ്യക്തികളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും വളരെയേറെ തടസ്സങ്ങളായിരിക്കും നിലനിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങളുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ 2 ചെടികൾ ഒരുമിച്ച് നട്ടു വളർത്തിയിരിക്കണം. കാരണം ഈ പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു പരിഹാരം എന്നതുപോലെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇത്തരത്തിലുള്ള കാര്യതടസ്സങ്ങൾ നീങ്ങും എന്നത് മാത്രമല്ല, പല വിധത്തിലുള്ള പുരോഗതികളും ധനനേട്ടങ്ങളും ആ വീട്ടിലുള്ളവർക്ക് അനുഭവത്തിൽ വരുവാനും ഈ ചെടികൾ നട്ടുവളർത്തുന്നതിലൂടെ ഇടവരും. ഇനി കറ്റാർ വാഴയോടൊപ്പം നിങ്ങൾ നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ വളരെയധികം പോസിറ്റിവിറ്റിയും നിങ്ങളുടെ വീടിന് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ കാരണമാകുന്നതും അതിനുവേണ്ട ഊർജത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന 5ാമത്തെ ചെടി എന്ന് പറയുന്നത് പുതിനയാണ്. അതായത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ് പുതിനയില എന്നതിലുപരിയായി കറ്റാർ വാഴയും പുതിനയും ഒരേ സ്ഥലത്ത് വളരുമ്പോൾ രൂപം കൊള്ളുന്നത് അത്ഭുതകരമായ ഒരു ഊർജമാണ്. അതായത് ഇത്തരത്തിൽ ഈ 2 ചെടികൾ ഒരുമിച്ച് വളരുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് സമാധാനത്തോടെ പല തീരുമാനങ്ങളും എടുക്കുവാൻ കഴിയുകയും അതുപോലെ തന്നെ മനസ്സിൽ ആഗ്രഹിക്കുകയും കണക്ക് കൂട്ടുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടപ്പിലാക്കുവാനുള്ള ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെയധികം അനിശ്ചിതത്വം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതിൽ നിന്ന് മുക്തി നേടുവാൻ നിങ്ങൾക്ക് ഈ 2 ചെടികൾ ഒരുമിച്ച് വളരുന്നതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പോസിറ്റീവ് ഊർജം ഉപകാരപ്രദമാകും. ഇനി അടുത്തതായി നിങ്ങൾക്ക് കറ്റാർ വാഴയോടൊപ്പം നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ചെടിയാണ് കറിവേപ്പ്. അതായത് കറിവേപ്പ് ചെടിയില്ലാത്ത ഒരു വീട് പോലും ഉണ്ടാകില്ല. എന്നിരുന്നാൽ പോലും കറ്റാർ വാഴയും കറിവേപ്പും ഒരുമിച്ച് നട്ടുവളർത്തുന്ന എത്ര പേരുണ്ട്. എന്നാൽ ഈ 2 ചെടികൾ ഒരുമിച്ച് വളരുന്നതിൻ്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ നിസാരമായി കാണില്ല. ഏറ്റവും പ്രധാനമായി ചില വീടുകളിലുള്ള വ്യക്തികൾക്ക് നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബ ബന്ധങ്ങളിൽ സ്ഥിരതയില്ലാത്ത അവസ്ഥയും അനുഭവത്തിൽ വന്നേക്കാം. എന്നാൽ ഇങ്ങനെയൊരു അവസ്ഥ തുടർക്കഥയാകുന്നുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു വാസ്തുദോഷം കിടപ്പുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത ദോഷങ്ങളെ വരെ അകറ്റുവാൻ ഈ 2 ചെടികൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ കറ്റാർ വാഴയും കറിവേപ്പും ഒരുമിച്ച് നട്ടുവളർത്തുന്ന വീടാണ് നിങ്ങളുടേതെങ്കിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും അഭിവൃദ്ധിയും ജീവിത നേട്ടങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇനി 7ാമതായി മുൻപ് പറഞ്ഞിരുന്ന ചെടികളെ പോലെ തന്നെ നിങ്ങൾ കറ്റാർ വാഴയോടൊപ്പമാണ് നട്ടുവളർത്തുന്നതെങ്കിൽ പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരുവാൻ കാരണമാകുന്ന ഒരു ചെടിയാണ് മല്ലിച്ചെടി. അതായത് മിക്കപ്പോഴും ആഹാരം പാകം ചെയ്യുമ്പോഴൊക്കെ മല്ലിയില പല ആളുകളും ഉപയോഗിക്കുമെങ്കിലും വാസ്തുവിൽ ഇവയ്ക്കുള്ള പ്രാധാന്യം പലരും തിരിച്ചറിയുന്നില്ല. എന്നാൽ മല്ലിച്ചെടിയും കറ്റാർ വാഴയും തൊട്ടടുത്തായി ഒരേ രീതിയിൽ വളരുമ്പോൾ അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് മഹത്തായ ഒരു ഊർജമാണ്. ഏറ്റവും പ്രധാനമായി ഈ 2 ചെടികളും ഒന്നിച്ചു വളരുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ടാവുകയും കർമ്മമേഖലയിലും നിങ്ങളുടെ വരുമാന മേഖലയിലും വളരെ വലിയ രീതിയിലുള്ള അഭിവൃദ്ധി നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും. അതായത് ഒരുപക്ഷെ അതുവരെയുള്ള നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിരുന്നത് കാരണം തിരിച്ചറിയുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധികളായിരുന്നിരിക്കാം. എന്നാൽ ജീവിതത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നവരാണെങ്കിലും അതിന് പതിയെ പതിയെ ഒരു മാറ്റമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവായ അനുഭവം നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാകുവാൻ ഈ 2 ചെടികളെ നിങ്ങൾക്ക് ഒപ്പം വളർത്താവുന്നതാണ്. ഇനി വാസ്തുപരമായി വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളുടെ വീടിന് ലഭിക്കുവാനായി കറ്റാർ വാഴയോടൊപ്പം നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്ന 8ാമത്തെ ചെടി എന്ന് പറയുന്നത് മുല്ലയാണ്. വെറുതെ ഒന്ന് നോക്കിയാൽ തന്നെ മുല്ലച്ചെടി പൂവിരിഞ്ഞു നിൽക്കുന്നത് കാണുവാൻ അതിമനോഹരവും
മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന കാഴ്ചയുമാണ്. എന്നാൽ കാഴ്ചയ്ക്കുള്ള മനോഹാരിതയ്ക്ക് ഉപരിയായി ഈ രണ്ട് ചെടികൾ ഒന്നിച്ച് വളരുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് ഊർജമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുക. ഏറ്റവും പ്രധാനമായി കറ്റാർവാഴയും മുല്ലച്ചെടിയും ഒരുമിച്ച് വളരുകയും ഇവ പൂവിടുകയും ചെയ്യുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ ആ വീട്ടിൽ ജീവിക്കുന്നവർക്ക് വലിയ ഒരു ധനനേട്ടമുണ്ടാകുവാൻ പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കറ്റാർവാഴ എന്ന് പറയുന്ന ചെടി പൂവിടുന്നത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമായിരിക്കും. എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ചെടി പൂവിട്ടിട്ടുണ്ടെങ്കിൽ അത് വരുവാനിരിക്കുന്ന അഭിവൃദ്ധിയെയും നല്ല കാലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ദോഷകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെയെല്ലാം ഇല്ലാതാക്കുവാൻ ഈ രണ്ട് ചെടികൾ ഒന്നിച്ചു നടുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കറ്റാർവാഴയോടൊപ്പം അരളിച്ചെടി നട്ടുവളർത്തുന്നതും അതിമഹത്തായ ഒന്നാണ്. എന്നാൽ അരളിച്ചെടി കാണുവാൻ വളരെയധികം ഭംഗിയുള്ളതും വാസ്തുപരമായി വളരെയേറെ ഗുണകരമായതും ആണെങ്കിൽ പോലും അവയുടെ ഇലകൾക്കും പൂക്കൾക്കും വിഷാംശമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളും മറ്റു ജീവജാലങ്ങളും ഒക്കെയുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ അരളിച്ചെടി ഒഴിവാക്കി മറ്റു ചെടികൾ നിങ്ങൾക്ക് കറ്റാർവാഴയോടൊപ്പം നടാവുന്നതാണ്. എന്നാൽ ഇതൊഴിച്ചു നിർത്തിയാൽ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നതനുസരിച്ച് കറ്റാർവാഴയും അരളിച്ചെടിയും ഒന്നിച്ചു വളരും തോറും നിങ്ങളുടെ ജീവിതത്തിൽ അളവിൽ കവിഞ്ഞ സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നത് തന്നെയാണ് സത്യം. ഇനി 10ാമതായി നിങ്ങൾക്ക് കറ്റാർവാഴയോടൊപ്പമോ കറ്റാർവാഴയ്ക്ക് തൊട്ടടുത്തായോ നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ചെടി എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ്. കാരണം ചെമ്പരത്തി എന്ന് പറയുന്നത് തന്നെ ദേവീശക്തിയുടെ പ്രതീകമാണ്. അപ്പോൾ ദേവീശക്തിയും സമ്പത്തിനെ ആകർഷിക്കുവാൻ കഴിവുള്ള കറ്റാർവാഴയും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ വീടിന് അത് സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ഒരു ഉന്നതി നൽകുകയും നിങ്ങളുടെ വീടിനെ ഇതുവരെ ബാധിച്ചിരുന്ന നെഗറ്റീവ് ഊർജം ഇല്ലാതാവുകയും ചെയ്യും. ഇത്രയധികം ആത്മീയ പ്രാധാന്യമുള്ളതിനാൽ തന്നെയാണ് പൂജകളിലൊക്കെ ചെമ്പരത്തി പൂവ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് ചെടികൾ ഒന്നിച്ച് നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. ഇനി പറയുവാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവിധ ഗുണങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ ലഭിക്കുവാനായി കറ്റാർവാഴ നട്ടുവളർത്തുമ്പോൾ ചെയ്യുവാൻ പാടില്ലാത്ത തെറ്റുകളെ പറ്റിയാണ്. അതിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറ്റാർവാഴയോടൊപ്പം വാടിയതും കരിഞ്ഞതുമായ ചെടികൾ നിർത്തുവാൻ പാടില്ല എന്നതാണ്. ഇനി അഥവാ കറ്റാർവാഴയോടൊപ്പം നിൽക്കുന്ന ചെടികൾ കരിഞ്ഞു പോവുകയോ വാടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുതിയ ചെടികൾ നടുവാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി മറ്റു ചെടികളല്ലാതെ നിങ്ങൾ നട്ടുവളർത്തുന്ന കറ്റാർവാഴ തന്നെ വാടിപ്പോയിട്ടുണ്ടെങ്കിലും അത് വളരെ ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്ത് കറ്റാർവാഴ നട്ടുവളർത്തുകയും അവയെ നല്ല രീതിയിൽ പരിചരിക്കുകയും വേണം. ഇനി കറ്റാർവാഴ നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിശകൾ എന്ന് പറയുന്നത് വടക്ക് ദിശയും കിഴക്ക് ദിശയുമാണ്. കാരണം വടക്ക് ദിശയാണ് സമ്പത്തിനെയും ധനപ്രവാഹത്തെയും നിയന്ത്രിക്കുന്ന ദിശ. ആ ദിശയിൽ കറ്റാർവാഴ നല്ല രീതിയിൽ തഴച്ചു വളരുന്നത് നിങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ധനനേട്ടങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ തെക്ക് ദിശയിലും പടിഞ്ഞാറ് ദിശയിലും കറ്റാർവാഴ നട്ടുവളർത്തുവാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് ഗുണത്തിന് പകരം വലിയ രീതിയിലുള്ള ദോഷങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് തെക്ക് ദിശയിലും പടിഞ്ഞാറ് ദിശയിലും കറ്റാർവാഴ നട്ടുവളർത്തുന്ന വീടാണ് നിങ്ങളുടേതെങ്കിൽ ആ വീടിൻ്റെ പുരോഗതിയും സാമ്പത്തിക ഉന്നമനവും തടസ്സപ്പെടുകയും നെഗറ്റിവിറ്റി നിങ്ങളുടെ വീടിനെ സാരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തെറ്റായ ദിശകൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ ദിശയിൽ നിങ്ങൾ കറ്റാർവാഴ നട്ടുവളർത്തുക. ഒപ്പം തന്നെ വീടിൻ്റെ പ്രധാന വാതിലിന് തൊട്ട് മുൻപിലായി കറ്റാർവാഴ വെക്കുന്നതും ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 10 ചെടികളിൽ ഏതെങ്കിലും ഒരു ചെടിയെങ്കിലും നിങ്ങൾ കറ്റാർവാഴയോടൊപ്പം നട്ടുപരിപാലിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ കൊണ്ടുവരും എന്നുള്ള കാര്യം അച്ചിട്ടാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.